ഹലോ ഗായ്സ് വെൽക്കം ടു ന്യൂ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നോട്ടിഫയർ പ്രൊവൈഡർ ആണ്. നമ്മളെ ലാസ്റ്റ് 5 വീഡിയോയിലായിട്ട് നമ്മൾ പ്രൊവൈഡർ, സ്റ്റേറ്റ് പ്രൊവൈഡർ, ഫ്യൂച്ചർ പ്രൊവൈഡർ, സ്ട്രീം പ്രൊവൈഡർ നോക്കി, അതുപോലെ നമ്മൾ ഫാമിലി മോഡിഫയറും കാര്യങ്ങളൊക്കെ നോക്കി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നോട്ടിഫയർ പ്രൊവൈഡർ ആണ്. ഓക്കെ, നോട്ടിഫയർ പ്രൊവൈഡർ ഇവിടെ അതിൻ്റെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോംപ്ലക്സ് സ്റ്റേറ്റ് ഒബ്ജക്ട് ദാറ്റ് ഈസ് ഇമ്മ്യൂട്ടബിൾ എക്സെപ്റ്റ് ത്രൂ ആൻ ഇന്റർഫേസ്. കംപ്ലീറ്റ്ലി ഇമ്മ്യൂട്ടബിൾ ആണ് നമ്മളെ നോട്ടിഫയർ പ്രൊവൈഡർ. മ്യൂട്ടബിൾ എന്താണെന്നുള്ളത് ഞാൻ ഇത് നമ്മൾ കോഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, ഞാൻ കാണിച്ചു തരാം. കാരണം അത് പറഞ്ഞതിനെക്കാട്ടും നല്ലത് കാണിച്ചു തരുമ്പോഴാവും. ഓക്കെ, സോ അതുപോലെ വേറൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ നോട്ടിഫയർ പ്രൊവൈഡർ ഉണ്ട്, അതുപോലെ സ്റ്റേറ്റ് നോട്ടിഫയർ പ്രൊവൈഡർ ഉണ്ട്. ഇവിടെ നമുക്ക് നോക്കി കാണാൻ പറ്റും രണ്ടിന്റെയും ഇത് സെയിം ആണ്, ഡിസ്ക്രിപ്ഷൻ സെയിം ആണ്. അതായത് കോംപ്ലക്സ് സ്റ്റേറ്റ് ഒബ്ജക്ട് ദാറ്റ് ഈസ് ഇമ്മ്യൂട്ടബിൾ എക്സെപ്റ്റ് ത്രൂ ആൻ ഇന്റർഫേസ്, ഇതും സെയിം ആണ്. കോംപ്ലക്സ് സ്റ്റേറ്റ് ഒബ്ജക്ട് ദാറ്റ് ഈസ് ഇമ്മ്യൂട്ടബിൾ എക്സെപ്റ്റ് ത്രൂ ആൻ ഇന്റർഫേസ്. പക്ഷെ ഇവിടെ അത് വന്നിട്ട് ഒരു എക്സ്ട്രാ നോട്ട് ഉണ്ട്, പ്രിഫർ യൂസിങ് നോട്ടിഫയർ പ്രൊവൈഡർ. ബേസിക്കലി ഇത് രണ്ടും പ്രൊവൈഡ് ചെയ്യുന്നത് ഒരേ ഫംഗ്ഷനാലിറ്റി ആണ്. പക്ഷെ എന്താണ് നമ്മൾ റിവർപോർട്ട് സജസ്റ്റ് ചെയ്യുന്നത് നോട്ടിഫയർ പ്രൊവൈഡർ യൂസ് ചെയ്യാനാണ്. കാരണം ഇതിലിപ്പോൾ നമുക്ക് പോയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അസിങ്ക് ഉണ്ട്. അസിങ്ക് ആയിട്ട് നമുക്ക് അസിങ്ക്രണസ് ഡാറ്റ ഹാൻഡിൽ ചെയ്യാനും ബെറ്റർ നോട്ടിഫയർ പ്രൊവൈഡർ ആണ്. അപ്പോൾ എന്താണ് അത് സജസ്റ്റ് ചെയ്യുന്നത്, റിവർപോർട്ട് സജസ്റ്റ് ചെയ്യുന്നത് നോട്ടിഫയർ പ്രൊവൈഡർ യൂസ് ചെയ്യണ്ട, നോട്ടിഫയർ പ്രൊവൈഡർ യൂസ് ചെയ്യാനാണ്. നമുക്ക് യൂസ് ചെയ്യാം, ബട്ട് പ്രിഫർ ചെയ്യുന്നത് നോട്ടിഫയർ പ്രൊവൈഡർ ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് നോട്ടിഫയർ പ്രൊവൈഡറുടെ വീഡിയോ സെപ്പറേറ്റ് ചെയ്യൂല. കാരണം അത് ഒരു നമ്മൾ നോട്ടിഫയർ പ്രൊവൈഡർ യൂസ് ചെയ്യാനാണ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം പിന്നെ എന്താണ് സജസ്റ്റ് ചെയ്യാത്ത ഒരു ഇതിലോട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ അത് ഞാനിപ്പോൾ തന്നെ ഒന്ന് സ്റ്റേറ്റ് ചെയ്തതാണ്. കാരണം ഞാൻ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചേഞ്ച് നോട്ടിഫയർ അല്ലെങ്കിൽ അസിംഗ് നോട്ടിഫയർ ആവും ചെയ്യല്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ട് വരാതിരിക്കാനാണ് ഞാനിപ്പോൾ തന്നെ അത് പറഞ്ഞത്. ഓക്കെ, സോ നമുക്ക് നോട്ടിഫയർ പ്രൊവൈഡറിലോട്ട് പോവാം. ഓക്കെ, നോട്ടിഫയർ പ്രൊവൈഡറിലോട്ട് പോയാൽ ബേസിക്കലി നിങ്ങൾക്ക് ഇതൊക്കെ വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം. പക്ഷെ ഞാനത് ഇനിയിപ്പോൾ ഫുൾ ഇരുന്ന് വായിക്കാൻ നിൽക്കണില്ല. ബേസിക്കലി ഇതിൻ്റെ ഒരു ഇതെന്താ വെച്ചാൽ ഈ ഒരു പോയിന്റ് നോക്കിയാൽ മതി. ഓക്കെ, സെൻട്രലൈസിങ് ദ ലോജിക് ഫോർ മോഡിഫൈങ് സം സ്റ്റേറ്റ് ബിസിനസ് ലോജിക് ഇൻ എ സിംഗിൾ പ്ലേസ്, ഇംപ്രൂവിംഗ് മെയിൻറ്റൈനബിലിറ്റി ഓവർ ടൈം. ബേസിക്കലി എന്താണ് ഇതോട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മൾ നേരത്തെ കുറെ പ്രൊവൈഡേഴ്സും കാര്യങ്ങളൊക്കെ നോക്കി, അതൊക്കെ ഓരോ സിംഗിൾ ടാസ്ക് ചെയ്യാനായിരുന്നു നമ്മളത് യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത സ്ട്രീം ആണെന്നുണ്ടെങ്കിൽ ഒക്കെ ഓരോന്നിനും ഓരോരോ ഒറ്റ ടാസ്ക് ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഒന്നെങ്കിൽ ഒരു ഗെറ്റ് മെത്തേഡ്, അതായത് ഒരു API കോൾ ചെയ്യുക, സിംഗിൾ API കോൾ ചെയ്യുക നമ്മളെ ഫ്യൂച്ചർ പ്രൊവൈഡർ, അല്ലെങ്കിൽ സ്ട്രീം ആണെന്നുണ്ടെങ്കിൽ സിംഗിൾ സ്ട്രീമിലോട്ട് ലിസൺ ചെയ്യുക. അങ്ങനത്തെ ഓരോരോ സിംഗിൾ ടാസ്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. ബട്ട് നമുക്ക് ഈ ഒരു സ്റ്റേറ്റ് നോട്ടിഫയർ അല്ലെങ്കിൽ നോട്ടിഫയർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മൾട്ടിപ്പിൾ ടാസ്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ഏരിയയിൽ. അതായത് ഇപ്പം ഒറ്റ ക്ലാസ്സിനുള്ളിൽ നമ്മൾ പല ഫംഗ്ഷൻസ് ചെയ്യുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു നോട്ടിഫയറിന്റെ അകത്ത് മൾട്ടിപ്പിൾ ഫംഗ്ഷനാലിറ്റീസ്. അതായത് ഇപ്പം നമ്മൾ ഇതിലൊരു കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ ഒരു ടു ഡു ആപ്ലിക്കേഷൻ ആണ്. അതായത് നമ്മളെ ടാസ്കുകൾ, നമുക്ക് ഡെയിലി ചെയ്യുന്ന ടാസ്കുകളൊക്കെ എന്ത് നമുക്ക് ആഡ് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. ഓക്കെ, അതിന്റെ ഒരു സിമ്പിൾ മോഡലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ടു ഡുവിന്റെ കേസ് നമുക്ക് എന്താവും, ഡിഫറെന്റ് ഫംഗ്ഷനാലിറ്റീസ് ഉണ്ടാവും. ടു ഡു ആഡ് ചെയ്യാനുണ്ടാവും, റിമൂവ് ചെയ്യാനുണ്ടാവും, അതുപോലെ ടോഗിൾ ചെയ്യാനുണ്ടാവും. ടോഗിൾ ചെയ്യാന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് ചെയ്യാൻ, ടിക്ക് ഇടാൻ. ഓക്കെ, സോ ഞാൻ ഇതിന്റെ ഒരു സിമ്പിൾ UI ഇവിടെ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് UI മാത്രമേ ഉള്ളൂ, വർക്കിംഗ് അല്ല. ജസ്റ്റ് അതിന്റെ ടൈറ്റിൽ ഉണ്ട്, ടിക്ക് ഇടാനുള്ള ചെക്ക് ബോക്സ് ഉണ്ട്, പിന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള ഡിലീറ്റ് ബട്ടൺ ഉണ്ട്, അതുപോലെ ആഡ് ചെയ്യാനുള്ള ഒരു ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടണും അലേർട്ട് ഡയലോഗ് ഉണ്ട്, അലേർട്ട് ഡയലോഗ് ബോക്സ് ഉണ്ട് ഇവിടെ നമുക്ക് ടു ഡു ആഡ് ചെയ്യാൻ. ബട്ട് ബേസിക്കലി ഇപ്പോൾ ഇത് UI മാത്രമാണ്. ഇപ്പോൾ ഞാനൊന്നും ചെയ്താലൊന്നും വർക്ക് ആവുന്നില്ല. ഓക്കെ, സോ ഇതാണ് നമ്മൾ ബേസിക് ഒരു ടു ഡു ആപ്പ്. സോ എന്താണ് ഇതിലിപ്പോൾ ഡിഫറെന്റ് എന്തുണ്ട്, ഫങ്ഷൻസ് ഉണ്ട്. അത് പക്ഷെ ഒക്കെ എന്താണ് ഒന്നിനോട് അനുബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, അതായത് ഈ ഒരു ടു ഡു, ഓക്കെ സിമ്പിൾ ടു ഡു അത് ആഡ് ചെയ്യാൻ, അത് റിമൂവ് ചെയ്യാൻ, അത് ടോഗിൾ ചെയ്യാൻ, അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പൊ എന്താണ് ഇതിനൊക്കെ സെപ്പറേറ്റ് എന്താണ് നമ്മൾ ഇത് സ്റ്റേറ്റ് നോട്ടിഫയർ അല്ലെങ്കിൽ സ്റ്റേറ്റ് നമ്മളെ ഇതല്ല, ഓക്കെ സ്റ്റേറ്റ് പ്രൊവൈഡർ ഒക്കെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് അത്ര എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വേ അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ എല്ലാ ബിസിനസ് ലോജിക്കും ഒറ്റ ഏരിയയിൽ ചെയ്യാനാണ് നമ്മൾ നോട്ടിഫയർ പ്രൊവൈഡർ അല്ലെങ്കിൽ സ്റ്റേറ്റ് നോട്ടിഫയർ പ്രൊവൈഡർ ഒക്കെ യൂസ് ചെയ്യല്. നമുക്ക് ഇതിൽ അസിങ്ക് നോട്ടിഫയർ പ്രൊവൈഡർ ഉണ്ട്, നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. കാരണം നമുക്ക് അത് അസിങ്ക്രണസ് കോൾ ചെയ്യുമ്പോഴാണ് നമ്മൾ മെയിൻലി അത് യൂസ് ചെയ്യല്. നമ്മളെ API കോൾസ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഡാറ്റാബേസിലോട്ടും അല്ല നമ്മൾ SQLite-ലോട്ടൊക്കെ വല്ല കോൾ ചെയ്യുമ്പോഴൊക്കെയാണ് നമ്മൾ മെയിൻലി അത് യൂസ് ചെയ്യാറ്. നമുക്ക് നമ്മളെ കേസിൽ നമ്മൾ തൽക്കാലം ഇപ്പം നമ്മൾ അങ്ങനെ ലോക്കൽ ഡാറ്റാബേസ് ഒന്നും ചെയ്യണില്ല ഈ ടു ഡു ആപ്പിൽ. ജസ്റ്റ് ഒരു സിമ്പിൾ നമ്മളെ ലിസ്റ്റ് വ്യൂ ബിൽഡർ യൂസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ടു ഡു ആപ്പാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് നമ്മൾ ലോക്കലി നമ്മൾ ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് ഡാറ്റ സേവ് ചെയ്യുള്ളൂ. സോ ഓക്കെ, അത്രേ ഉള്ളൂ സംഭവം, അത്രേ ഉള്ളൂ. നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ സിമ്പിൾ, അതായത് ഇപ്പോൾ ഒരു സെറ്റ് ഓഫ് ബിസിനസ് ലോജിക്കുകൾ, അതായത് ഒരേ ഗോൾ ഷെയർ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ബിസിനസ് ലോജിക് ഒറ്റ സ്ഥലത്ത്, അതായത് ഒറ്റ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ എന്താണ് ചെയ്യാനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യണത്, നോട്ടിഫയർ പ്രൊവൈഡർ യൂസ് ചെയ്യണത്. അവിടെ കൂടുതൽ വായിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും അതിന്റെ കൂടുതൽ യൂസും കാര്യങ്ങളൊക്കെ. ആൻഡ് അത്രേ ഉള്ളൂ. പിന്നെ ഇത് കംപ്ലീറ്റ്ലി ഇമ്മ്യൂട്ടബിൾ ആണ്. ഓക്കെ,
എന്താണ് ഇമ്മ്യൂട്ടബിൾ മ്യൂട്ടബിൾ എന്നുള്ള വ്യത്യാസം എന്ത് ചെയ്യാം നമുക്ക് കോഡ് ചെയ്യുമ്പോൾ നോക്കാം. സോ ഇവിടെ എന്തെങ്കിലും കോഡ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഈ ഒരു എക്സാമ്പിൾ എന്ത് ചെയ്യാം ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഒരു ടു ഡു മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇത് യൂസ് ചെയ്തിട്ടാണ്, ഇത് സ്റ്റേറ്റ് ആയി യൂസ് ചെയ്തിട്ടാണ് നമ്മളെ ആപ്പിന്റെ UI അല്ലെങ്കിൽ സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഞാനിവിടെ ഓൾറെഡി ഇവിടെ UI ചെയ്ത് വെച്ചിട്ടുണ്ട്. കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് നമ്മുടെ ഇതുണ്ട്, നമ്മളെ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ഉണ്ട്, ബേസിക്കലി വരുന്ന ആ ഒരു ഇതുണ്ട് നമ്മളെ റൂട്ട്. അതിന് ശേഷം ഞാനൊരു ഹോം പേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കൺസ്യൂമർ വിഡ്ജറ്റ് ആണ് ചെയ്യണത്, എക്സ്റ്റെൻഡ് ചെയ്യണത്. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് ഇവിടെ കൺസ്യൂമർ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ആകണം, കാരണം നമുക്ക് ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോൾ വരുന്നുണ്ട്. ബട്ട് ഞാനിപ്പോൾ തൽക്കാലം ചെയ്യുന്നില്ല, കാരണം നമ്മളിത് ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോൾ വന്ന് കഴിഞ്ഞാൽ അത് ഡിസ്പോസ് ചെയ്യണം. ഓക്കെ, നമ്മൾ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റിൽ എന്താ ഡിസ്പോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ കൺസ്യൂമർ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ആക്കണം, എന്നാലും നമുക്ക് അത് ഡിസ്പോസ് ചെയ്യാൻ പറ്റുള്ളൂ. തൽക്കാലം നിങ്ങൾ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ചെയ്താൽ മതി, കാരണം നമ്മൾ ട്യൂട്ടോറിയൽ ആയിട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ എല്ലാം കറക്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. ഓക്കെ, സോ അതിൻ്റെ അകത്ത് നമുക്ക് ഒരു ആപ്പ് ബാർ വരുന്നുണ്ട്, പിന്നെ ഒരു ലിസ്റ്റ്, നമ്മൾ മെയിൻ ബോഡി ഒരു ലിസ്റ്റ് വ്യൂ ബിൽഡറാണ് നമ്മളെ ഈ ഒരു ഇത് കാണിക്കാൻ, നമ്മളെ ലിസ്റ്റ് ടൈല് കാണിക്കാനുള്ള. ഓക്കെ, ശേഷം നമുക്ക് ഒരു ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ വരുന്നുണ്ട്. ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടണിൻ്റെ അകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഡയലോഗ് ബോക്സ് കാണിക്കും. ഓക്കെ, ആ ഡയലോഗ് ബോക്സിൻ്റെ അകത്ത് ഒരു സിമ്പിൾ ടൈറ്റിൽ ഉണ്ട്, ആഡ് ടു ഡു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റ് ഫീൽഡ് ഉണ്ട്, നമ്മൾ ടു ഡു എൻ്റർ ചെയ്യാൻ. പിന്നെ ഒരു ആക്ഷൻ ബട്ടൺ ഉണ്ട്, ഒരു ആക്ഷൻസിൽ ഒരു ഒറ്റ സിംഗിൾ ബട്ടൺ ഉള്ളൂ, ജസ്റ്റ് ആഡ് എന്നുള്ളൊരു സിംഗിൾ ബട്ടൺ, നമ്മളെ ടു ഡു ആഡ് നമ്മളെ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് ഇതൊന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അവിടെ 2 ഫയൽ എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ടു ഡു മോഡലും ടു ഡു പ്രൊവൈഡറും. ഓക്കെ, അപ്പോൾ ടു ഡു മോഡലിനകത്ത് നമ്മളെ മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. സോ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, മോഡലാണ് ക്രിയേറ്റ് ചെയ്യാം. സെയിം നമ്മളിപ്പോൾ ഇതുപോലെ ചെയ്യണില്ല, കാരണം ഇതിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഇതാണ്. അതായത് ഇതുപോലെ ചെയ്തു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ വർക്ക് ആവുന്നില്ല, കാരണം ഇപ്പോൾ ഇതിൽ ഐഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലിപ്പോൾ അതുപോലെ ഇതിലിപ്പോൾ ഈ ഒരു നമ്മളെ UI പാർട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ ടോഗിളിങ്ങിൻ്റെ ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളൂ, മറ്റൊന്നും ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. അതായത് ആഡ് ചെയ്യണതും റിമൂവ് ചെയ്യണതൊന്നും നമുക്ക് എന്ത് അതൊക്കെ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് നമുക്ക് ആഡിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ആഡ് ചെയ്തിട്ടല്ലേ പിന്നെ നമുക്ക് റിമൂവ് ചെയ്യാനും ടോഗിൾ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. നമുക്ക് പ്രീ ബിൽഡ് ആയിട്ടൊന്നും കൊടുക്കണ്ട, നമുക്ക് സ്ക്രാച്ചിൽ നിന്ന് ചെയ്ത് നോക്കാം. സോ നമുക്ക് ഫസ്റ്റ് നമ്മളെ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ക്ലാസ് ടു ഡു എന്നാണ് പേര് കൊടുക്കാം, ടു ഡു. ആൻഡ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഫൈനൽ സ്ട്രിംഗ് ടൈറ്റിൽ വേണം, അതുപോലെ ഫൈനൽ ബൂൾ കംപ്ലീറ്റഡ് വേണം. ഓക്കെ, ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇത്ര ഉള്ള നമ്മളെ ക്ലാസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടില്ല. ഇവിടെ എന്ത് ചെയ്യാം, നമുക്കൊരു ഇമ്മ്യൂട്ടബിൾ എന്നുള്ള ഒരു ഇത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ കോപ്പി വിത്ത് ക്രിയേറ്റ് ചെയ്യുക, ജനറേറ്റ് കോപ്പി വിത്ത്. ശേഷം ഇവിടെ ഒരു കോൺസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക, കോൺസ്റ്റ്. ഓക്കെ, ഇതൊരു ഇമ്മ്യൂട്ടബിൾ ഇതാണ്, മോഡലാണിത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് എന്നൊക്കെ പറയാം. ഓക്കെ, ബേസിക്കലി ഇവിടെ നമുക്ക് എന്താണ് 2 ഫീൽഡ് ഉണ്ട്, ഒരു ടൈറ്റിൽ ഉണ്ട്, പിന്നെ ഒരു ബൂളിയൻ കംപ്ലീറ്റഡ് ഉണ്ട്. അതായത് നമുക്ക് ട്രൂ ഓർ ഫാൾസ്, കംപ്ലീറ്റ് ആയിക്കണമെങ്കിൽ ട്രൂ ആവും, അല്ലാന്നുണ്ടെങ്കിൽ അത് ഫാൾസ് ആവും. അതായത് ഡിഫോൾട്ട് ആയിട്ട് ഫാൾസ് ആവും, നമ്മൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രൂ ആവും. പിന്നെ നമുക്ക് ഒരു കോപ്പി വിത്ത് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ബേസിക്കലി ഇത് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആദ്യം നമുക്ക് ഇമ്മ്യൂട്ടബിളും മ്യൂട്ടബിളും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. അപ്പോൾ ഇമ്മ്യൂട്ടബിൾ, ഇതിപ്പോൾ ഒരു ഇമ്മ്യൂട്ടബിൾ ക്ലാസ് ആണ്. നമ്മൾ ക്ലാസ്സിന് ഇൻസ്റ്റൻസ് ഉണ്ടാക്കൽ എങ്ങനെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തൽക്കാലം നമ്മളോട് ഇതിൻ്റെ അകത്ത് നമ്മൾ ആഡ് ചെയ്യണം, അകത്ത് എന്ത് ചെയ്യും, പുതിയ ഇൻസ്റ്റൻസ് ഉണ്ടാക്കാം. ന്യൂ ടു ഡു ഈക്വൽസ് ടു ഡു. അതിൻ്റെ നമ്മൾ ടൈറ്റിൽ കൊടുക്കണം. ടൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ബൈ മിൽക്ക് എന്ന് കൊടുക്കാം. കംപ്ലീറ്റഡ് ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലം ഫാൾസ് എന്ന് കൊടുക്കാം, ഫാൾസ്. ഓക്കെ, ഇവിടെ നമ്മൾ ഫൈനൽ യൂട്യൂബ്. ഓക്കെ, നമ്മൾ ഒരു ഇത് ക്രിയേറ്റ് ചെയ്തു, ഒരു നമ്മൾ ടു ഡുവിൻ്റെ ഒരു പുതിയൊരു ന്യൂ ടു ഡു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു. നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ടൈറ്റിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കംപ്ലീറ്റ് നമുക്ക് ടിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ ഫാൾസ് എന്ത് ചെയ്യണം, ട്രൂ ആക്കണം. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാനിത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കറന്റ് നമ്മളത് ഒരു ഇമ്മ്യൂട്ടബിൾ ആണ്, ഇമ്മ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മോഡലാണ്. ഇവിടെ ഞാനിപ്പോൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ ന്യൂ ടു ഡു ഡോട്ട് കംപ്ലീറ്റഡ് ഈക്വൽസ് ട്രൂ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ ഒരു ഇത് വരുന്നുണ്ട്, കംപ്ലീറ്റഡ് കാൺ ബി യൂസ്ഡ് ആസ് എ സെറ്റർ ബിക്കോസ് ഇറ്റ്സ് ഫൈനൽ. അത് ഫൈനൽ ആയിട്ടാണ് നമ്മൾ എന്താണ് ഇത് ചെയ്തിട്ടുള്ളത്, ഇത് ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് നമ്മൾ മോഡലിൻ്റെ അകത്ത്. അപ്പോൾ എന്താണ് നമുക്ക് അത് മാറ്റാൻ പറ്റില്ല, നമ്മളെ കോഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത്
അതിന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റാൻ പറ്റില്ല. ബട്ട് ഒറ്റ കാര്യം ചെയ്ത് അവിടെ ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഇമ്മ്യൂട്ടബിളിന്റെ ഭാഗത്ത് പറഞ്ഞ ഫൈനൽ അങ്ങോട്ട് ഒഴിവാക്കി നോക്കുക. ഇവിടുന്ന് ഫൈനൽ ഒഴിവാക്കി നമ്മൾ കോൺസ്റ്റ് ഉണ്ടാവില്ല കേസ്, അങ്ങനെ നമുക്ക് കോൺസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. കോപ്പി വിത്ത് അവിടെ നിൽക്കേണ്ട തൽക്കാലം നമുക്ക് കോപ്പി വിത്ത് ഒഴിവാക്കാം. അപ്പോൾ ഇവിടെ കണ്ട നമ്മൾ ഇമ്മ്യൂട്ടബിൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് ഇമ്മ്യൂട്ടബിൾ ഇവിടെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അറ്റ് ഇമ്മ്യൂട്ടബിൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഉള്ള വാല്യൂസ് എന്ത് ചെയ്യണം, ഫൈനൽ ആക്കണം. അതാണ് ഇവിടെ കാണിക്കുന്നത്. വൺ ഓർ മോർ ഓഫ് ഇറ്റ് ഇൻസ്റ്റൻസ് ഫീൽഡ് ആർ ഇൻ ഫൈനൽ. ഓക്കെ, ടു ഡു ഡോട്ട് ടൈറ്റിൽ ടു ഡു ഡോട്ട് കംപ്ലീറ്റ് ഫൈനൽ അല്ല എന്നാണ് കാണിക്കുന്നത്. കാരണം നമ്മൾ ഇമ്മ്യൂട്ടബിൾ എന്നുള്ളത് അതാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇമ്മ്യൂട്ടബിൾ ആണ് ഒരു വാണിംഗ് തരുന്ന എന്താണ്, നമ്മളൊരു ഇഷ്യൂ ഉണ്ട് എന്ന് കാണിക്കണത്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇമ്മ്യൂട്ടബിൾ അങ്ങോട്ട് ഒഴിവാക്കാം. ഇവിടുത്തെ ഈ ഒരു ഒഴിവാക്കി. ഇപ്പൊ നമ്മൾ ഒരു മ്യൂട്ടബിൾ ആണ്, മ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മോഡലാണ്. ഇപ്പൊ കണ്ടില്ല, നമുക്ക് ഇവിടെ ഡാറ്റ ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഒരു ന്യൂ ടു ഡു ഇൻസ്റ്റൻസിന്റെ ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പൊ നമുക്ക് ഏതും ടൈറ്റിലും ഇതുപോലെ എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാൻ പറ്റും. ന്യൂ ടു ഡു ഡോട്ട് ടൈറ്റിൽ ഈക്വൽസ് ബൈ ബ്രെഡ്. ഓക്കെ, ഇപ്പൊ നമ്മൾ രണ്ടും ചേഞ്ച് ചെയ്തു. അപ്പൊ ഇനിയിപ്പോ ഇത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിന്റെ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ബൈ മിൽക്കും ഫാൾസ് വരല്. ഇത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ബ്രെഡും ട്രൂ ആണ് വരല്. സോ ബേസിക്കലി ഇതിന്റെ ഒരു ഇഷ്യൂ എന്താന്ന് വെച്ചാൽ, നമ്മൾ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ കുറെ യുഐസും കുറെ പേജസും കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് എവിടെയാണ് ഡാറ്റ മാറണത് എന്നുള്ളത് കറക്റ്റ് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്താണ്, അങ്ങനത്തെ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ വലിയൊരു പ്രൊജക്റ്റിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ. നേരെ മറിച്ച് നമ്മളൊരു ഇമ്മ്യൂട്ടബിൾ ആയിട്ടുള്ള മോഡലാണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കറിയാം പ്രോപ്പറായിട്ട് അറിയാൻ പറ്റും എങ്ങനെയാണ് ഡാറ്റ ചേഞ്ച് ആവുന്നുള്ളത്. അതുപോലെ നമ്മൾ ഇമ്മ്യൂട്ടബിളിൽ നമ്മൾ ഡാറ്റ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിപ്പോ നമ്മൾ ഡയറക്റ്റ് എന്താണ് ഡാറ്റ ഇവിടെ ചെയ്യുന്നത്, ഡാറ്റ ചേഞ്ച് ചെയ്യുന്നത്. നമ്മൾ ഇമ്മ്യൂട്ടബിളോട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിലുള്ള ഡാറ്റ ഉണ്ടല്ലോ, നമ്മൾ ഓൾറെഡി കറന്റ് ഡാറ്റേന്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യും. ആ കോപ്പി ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, എന്തൊക്കെ ചേഞ്ചസ് ആണ് വേണ്ടത്, ആ ചേഞ്ചസ് വരുത്തിയിട്ടാണ് നമ്മളെ കോപ്പി ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളെ പഴയ ഡാറ്റ അവിടെ ഉണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് ട്രാക്ക് ചെയ്യാൻ പറ്റും, എന്താണ് അതിന്റെ ചേഞ്ചസ് വന്ന ചേഞ്ചസ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ബട്ട് നമുക്ക് അത് ഡീപ്പായിട്ട് നോക്കേണ്ട ഒരു കാര്യമില്ല. അത് സെപ്പറേറ്റ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാം. അല്ലാതെ യൂട്യൂബിൽ തന്നെ കുറെ വീഡിയോസ് ഉണ്ടാവും, എന്താണ് മ്യൂട്ടബിളും ഇമ്മ്യൂട്ടബിളും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ഒക്കെ. രണ്ടിനും അതിൻ്റെതായിട്ട് ബെനിഫിറ്റ്സ് ഉണ്ട്. എപ്പോഴും നമ്മളൊരു വലിയ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ രണ്ടും കൂടി ബാലൻസ് ചെയ്ത് പോകുന്നതാണ് നല്ലത്. അതായത് നമുക്ക് കുറെ ചേഞ്ചസ്, അതായത് അടുപ്പിച്ച് ചേഞ്ചസ് വരുമ്പോൾ നമുക്ക് എപ്പോഴും നല്ലത് നമ്മുടെ ഇതാണ്, ഏത് മ്യൂട്ടബിൾ ആണ്. കാരണം മ്യൂട്ടബിൾ കുറച്ചുകൂടി മെമ്മറി എഫിഷ്യന്റ് ആണ്. ഇതിപ്പോൾ നമ്മൾ ഇമ്മ്യൂട്ടബിളിന്റെ കേസ് പറഞ്ഞ പോലെ നമ്മൾ അതെന്താണ് കോപ്പീസ് അങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഡാറ്റ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണെന്നുണ്ടെങ്കിൽ, ഒരു ആപ്പ് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് അത്രയും മെമ്മറി എന്താണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഓരോരും കോപ്പി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, ഓരോരോ പുതിയ ഇൻസ്റ്റൻസിൽ ഓരോന്നിനും അതുപോലെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം എന്താണ് അതൊരു മെമ്മറി ഇൻഎഫിഷ്യന്റ് ആവും. ബട്ട് നമുക്ക് രണ്ടും മാനേജ് ചെയ്ത് പോകുന്ന രീതിയിൽ, എന്താ വെച്ചാൽ നമുക്ക് ഏതാണ് ഇമ്മ്യൂട്ടബിൾ ആണ് ബെറ്റർ എന്നുണ്ടെങ്കിൽ അവിടെ ഇമ്മ്യൂട്ടബിൾ യൂസ് ചെയ്യാം, മ്യൂട്ടബിൾ ആണ് ബെറ്റർ എന്നുണ്ടെങ്കിൽ മ്യൂട്ടബിൾ യൂസ് ചെയ്യാം. അത് നമ്മുടെ പ്രൊജക്റ്റിന്റെ രീതി പോലെ ഇരിക്കും, എങ്ങനത്തെ പ്രൊജക്റ്റ് ആണെന്നുള്ളതിനനുസരിച്ചിരിക്കും. ഇപ്പൊ നമ്മളെ കേസിൽ നമുക്കിപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് നോട്ടിഫയറിന് നമുക്ക് ഇത് ആവശ്യമുണ്ട്. ഇത് ഇമ്മ്യൂട്ടബിൾ ആണ്, ഇമ്മ്യൂട്ടബിൾ ഇതാണ് ഇമ്മ്യൂട്ടബിൾ ആയിട്ടുള്ള ഇതാണ് ഒബ്ജക്റ്റ് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അത് അങ്ങനെ തന്നെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ നമുക്കിപ്പോൾ മ്യൂട്ടബിൾ ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇതുണ്ട്, ഏത് ചേഞ്ച് നോട്ടിഫയർ പ്രൊവൈഡർ ഉണ്ട്. അത് മ്യൂട്ടബിലിറ്റി അക്സെപ്റ്റ് ചെയ്യണത് ഒരു ഇതാണ്, പ്രൊവൈഡർ ആണ്. ഓക്കെ, സോ നമുക്കിത് തിരിച്ച് ഇമ്മ്യൂട്ടബിൾ ആക്കാം. ഇമ്മ്യൂട്ടബിൾ ശേഷം നമ്മുടെ ഫൈനൽ കീവേഡ് ആയി കൊടുക്കുക, ഫൈനൽ കോൺസ്റ്റ് കീവേഡ് ആയിട്ട് കൊടുക്കുമ്പോൾ കൺസ്ട്രക്ടറിന്റെ മുന്നിൽ. ഓക്കെ, ആദ്യം നമുക്ക് വേണ്ട, ഞാൻ പറയില്ല, നേരത്തെ പറയില്ല, നമ്മൾ കോപ്പീസ് ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞില്ലേ, നമ്മൾ ഡാറ്റ ചേഞ്ച് ചെയ്യുന്ന പകരം ഇമ്മ്യൂട്ടബിൾ സ്റ്റേറ്റ് ആകുമ്പോൾ അതിലാണ് നമ്മൾ ഈ ഒരു കോപ്പി വിത്ത് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണത്. ഓക്കെ, ഇത് നമുക്ക് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇതൊക്കെ ഉണ്ടല്ലോ, ഫ്രീസർ പാക്കേജ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ യൂസ് ചെയ്ത് എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക് ആയിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ കോഡ് ജനറേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഫ്രീസർ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളത്. ബട്ട് നമ്മളെ കേസിൽ അതൊന്നും ആവശ്യമില്ല. കാരണം നമുക്കിപ്പോൾ ഓൾറെഡി ഡാർട്ടിന്റെ എക്സ്റ്റൻഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഡാർട്ടിന്റെ എക്സ്റ്റൻഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ബൾബിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇതുപോലെ കോപ്പി വിത്ത് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും. അതുപോലെ ഡാറ്റ ക്ലാസും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഒറ്റ ക്ലിക്കിൽ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് വലിയ പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഫ്രീസറൊക്കെ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്താൽ മതി. നമ്മളെ കോപ്പി വിത്തും അതുപോലെ ഇമ്മ്യൂട്ടബിൾ ക്ലാസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രൊവൈഡർ ക്രിയേറ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. കാരണം മ്യൂട്ടബിൾ എന്നുള്ള ഒരു ബേസിക് ഒരു ഐഡിയ ഉണ്ടായിരുന്നാൽ മതി. ഓക്കെ, ഇത് എല്ലാം തന്നെ ഒന്നും മനസ്സിലാവില്ല നമ്മൾ എങ്ങനെ ഇത് വർക്ക് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ ടു ഡു പ്രൊവൈഡർ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് എങ്ങനെ ഇത് ചെയ്യാന്നുള്ളത് നോക്കാം.
സോ ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യും, അതെന്ത് ചെയ്യും, നമ്മൾ നോട്ടിഫയർ എക്സ്റ്റെൻഡ് ചെയ്യും. ഓക്കെ, അതിൻ്റെ അകത്ത് നമ്മുടെ ടൈപ്പ്, നമ്മുടെ സ്റ്റേറ്റ് എങ്ങനെ നമുക്ക് വേണ്ട സ്റ്റേറ്റ്, നമുക്കൊരു ലിസ്റ്റാണ് വേണ്ടത്. എന്തിൻ്റെ ലിസ്റ്റ്? നമ്മുടെ ടു ഡു മോഡലിൻ്റെ ലിസ്റ്റാണ് വേണ്ടത്. അതും ഇവിടെ എന്ത് ചെയ്യാം, പാസ് ചെയ്ത് കൊടുക്കുക. അതാണ് അങ്ങനെ നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്യൽ, നോട്ടിഫയർ ക്രിയേറ്റ് ചെയ്യൽ. പിന്നെ നോട്ടിഫയർ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ നോട്ടിഫയർ പ്രൊവൈഡർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ മറ്റുള്ള പ്രൊവൈഡർക്ക് ക്രിയേറ്റ് ചെയ്ത പോലെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു നോട്ടിഫയറിൻ്റെ അകത്ത് നമ്മളെല്ലാ ലോജിക്കും എന്ത് ചെയ്യാം, ഒരു സെൻട്രലൈസ്ഡ് സ്പേസിൽ എന്ത് ചെയ്യാം, എല്ലാ ലോജിക്കും പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മളെ ബേസിക് ഐഡിയ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ to do notifier create ചെയ്യാം, to do notifier, and it will extends notifier. അതിനകത്ത് നമ്മുടെ ലിസ്റ്റ് ഓഫ് ടു ഡു പാസ് ചെയ്ത് കൊടുക്കുക, ലിസ്റ്റ് ടു ഡു, ഇതാണ് നമ്മൾ സ്റ്റേറ്റ്. ഓക്കെ, ഇപ്പം നമുക്കൊരു ടു ഡു ഇമ്പോർട്ട് ചെയ്യണം. ടു ഡു മോഡൽ ഇമ്പോർട്ട് ചെയ്തു. നമുക്കൊരു ഇംപ്ലിമെന്റേഷൻ ഉണ്ട്. ഓക്കെ, അത് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിസ്സിംഗ് ഇംപ്ലിമെന്റേഷൻ എന്ത് ചെയ്യുക, ക്രിയേറ്റ് വൺ മിസ്സിംഗ് ഓവർറൈഡ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇത് പറഞ്ഞാൽ നമ്മൾ ലിസ്റ്റ് ടു ഡുവിനെ ബിൽഡ്, അതായത് നമ്മൾ ഫസ്റ്റ് ഇനീഷ്യലി എന്താണ് നമ്മുടെ സ്റ്റേറ്റ് എന്നുള്ളതാണ്. ഇനീഷ്യലി എന്താവും, ഒരു എം ടി സ്റ്റേറ്റ് ആവും. അപ്പോൾ നമുക്ക് എന്ത് ഇവിടെ ഒരു എം ടി ലിസ്റ്റ് റിട്ടേൺ ചെയ്യാം. ഓക്കെ, ഇനീഷ്യൽ എന്താണ്, ഒരു എം ടി ആയിട്ടുള്ള ഒന്നും ഉണ്ടാവില്ല ഇനീഷ്യലി. ഓക്കെ, അത് വരെയും കാണാൻ പറ്റും നമുക്ക്. ഓക്കെ, സെയിം സംഭവം തന്നെ ഇവിടെ ഉള്ളത്. ഓക്കെ, ഒരു എം ടി ആയിട്ടുള്ള ലിസ്റ്റാണ് നമ്മളെ കേസിൽ നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത്. ഇപ്പം നമ്മളൊരു ലോക്കൽ സ്റ്റോറേജിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു എം ടി സ്റ്റേറ്റ് ഉണ്ടാവുമല്ലോ, ഇനീഷ്യൽ സ്റ്റേറ്റ് ഉണ്ടാവുമല്ലോ. ആ സ്റ്റേറ്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇപ്പം നമുക്ക് ഒരു നമ്മൾ ലോക്കൽ സ്റ്റോറേജിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഹൈവെന്നോ എസ്ക്യുലൈറ്റ് എന്നൊക്കെ എന്ത് ചെയ്യണം, ഡാറ്റ കാണിക്കണം. അപ്പം എന്താണ്, നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അവിടെ ഈ ഡാറ്റാബേസിന്റെ ക്രിയേഷനും അതുപോലെ അതിനുള്ള ഡാറ്റ ഫെച്ച് ചെയ്യലും എന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കാം. അപ്പം നമുക്ക് ഓൾറെഡി ഡാറ്റ ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ആഡ് ചെയ്ത ഡാറ്റ ഇവിടെ കിട്ടും. അല്ല, ഡാറ്റ ഒന്നുമില്ല, ഫസ്റ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ ഒരു എം ടി ആയിട്ടുള്ള ഇത് ഇവിടെ കിട്ടും. അതിനാണ് നമ്മളെ കേസിൽ എന്താണ്, നമ്മൾ അതൊന്നും യൂസ് ചെയ്യണില്ല. നമുക്ക് ജസ്റ്റ് എന്താണ് ഒരു എം ടി ലിസ്റ്റ് ചെയ്താൽ മതി. കാരണം നമുക്ക് ലോക്കൽ സ്റ്റോർ ചെയ്യാത്തതുകൊണ്ട് എപ്പോഴും എന്താവും, ഇനീഷ്യലി അത് നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, ഇവിടെ ഒരു എം ടി സ്ക്രീൻ ആവും. ഓക്കെ, അപ്പം നമുക്ക് എന്താ ലിസ്റ്റ് ഇനീഷ്യൽ എന്താണ് ഒരു എം ടി ലിസ്റ്റ് നമ്മൾ റിട്ടേൺ ചെയ്യണത്. ഓക്കെ, സോ ബേസിക്കലി അത് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അടുത്ത് നമുക്ക് വേണ്ടത് ആഡ് ടു ഡു ആണ്. നമുക്ക് എന്ത് ചെയ്യണം, ആഡ് ടു ഡു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അത് ക്രിയേറ്റ് ചെയ്യാം. വോയിഡ് ആഡ് ടു ഡു, ഇതിൻ്റെ അകത്ത് നമ്മളെ ടു ഡു പാസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്ത് നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ലിസ്റ്റ് ഓഫ് ടു ഡു ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ മാനുവലി ഇപ്പോൾ പ്രൊവൈഡർ യൂസ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ അറിയാം, നമ്മളെ ലിസ്റ്റിലോട്ട്, നമ്മൾ UI യൂസ് ചെയ്യുന്ന ലിസ്റ്റിലോട്ട് കുറച്ച് ഡാറ്റ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോട്ടിഫയർ ലിസ്റ്റണർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ UI അപ്ഡേറ്റ് ആവല്. നമ്മൾ മാനുവലി ചെയ്യണം. പക്ഷേ ഈ കേസ് നമ്മൾ മാനുവലി ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് സ്റ്റേറ്റ് ഇതുപോലെ ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മളെ നോട്ടിഫയറിൻ്റെ അകത്ത് നമുക്ക് സ്റ്റേറ്റ് ഇതുപോലെ എന്ത് ചെയ്യാം, സ്റ്റേറ്റ് യൂസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ലിസ്റ്റ് ടു ഡു ആണ്. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ പുതിയ ആഡ് ചെയ്ത ലിസ്റ്റ് എന്ത് ചെയ്യണം, എന്താണ് ആഡ് ചെയ്യണം ഇതിലോട്ട്, ഈ ഒരു ലിസ്റ്റിലോട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതാണ് കൊടുക്കല്. ഓക്കെ, ഈ 3 ഡോട്ട്സ് എന്തെന്ന് വെച്ചാൽ ഇതുവരെയുള്ള നമ്മൾ കറന്റ് സ്റ്റേറ്റ് ഉണ്ടല്ലോ, ഇത് മെൻഷൻ ചെയ്യുന്നതാണ് ഇത്. ഓക്കെ, ഈ 3 ഡോട്ട് വിട്ടിട്ടുള്ള സ്റ്റേറ്റ്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്പ്രെഡ് ഓപ്പറേറ്റർ. ഓക്കെ, ഇമ്മ്യൂട്ടബിൾ ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ഇതുപോലെ ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റൂല കേട്ടോ. അതാണ് നമ്മൾ ഇമ്മ്യൂട്ടബിളിന്റെ കേസിൽ. മറ്റേ നമുക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് എന്ത് ചെയ്താൽ നമ്മൾ ആഡ് ലിസ്റ്റ് അല്ല, അപ്പൊ എന്ത് ചെയ്ത് ആഡ് ക്രിയേറ്റ് ചെയ്താൽ മതി. പക്ഷേ നമുക്ക് ഈ കേസിൽ അത് പറ്റൂല. നമുക്ക് പുതിയൊരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യണം. അതാണ് കോപ്പീസ് ക്രിയേറ്റ് ചെയ്യണം. ഉള്ളതിലോട്ട് ഓൾറെഡി ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ചേഞ്ച് ചെയ്യാൻ പറ്റൂല. അതിലോട്ട് അതിന്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്തിട്ട് അത് വിത്ത് ചേഞ്ചസ് ഒരു പുതിയ കോപ്പി ക്രിയേറ്റ് ചെയ്യുക. അതാണ് നമ്മൾ ഇമ്മ്യൂട്ടബിളിന്റെ കേസിൽ ചെയ്യുന്നത്. Okay, instead we should create a new list of to-dos which contain the previous items and the new ones. Okay, previous items new ones. അതിനാണ് നമ്മൾ സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഇത് നമ്മൾ പ്രീവിയസ് ഐറ്റംസ് ആണ്, ഇത് നമ്മൾ ആഡ് ചെയ്യണം ന്യൂ ഐറ്റം, അതായത് ഈ ഒരു ടു ഡു. ഓക്കെ, അതിന് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്താൽ ബേസിക്കലി നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമ്മുടെ ദ വാല്യൂ കറന്റ് എക്സ്പോസ്ഡ് ബൈ ദിസ് നോട്ടിഫയർ. ഇത് എക്സ്പോസ് ചെയ്യുന്ന വാല്യൂ എന്താണ്, ലിസ്റ്റ് ഓഫ് ടു ഡു ആണ്. നമ്മുടെ കേസിൽ ഞാനൊന്ന് ഇതായിട്ട് നമുക്ക് നമ്മൾ ടു ഡു ലിസ്റ്റ് ഈക്വൽസ്, ഇതാണ് നമ്മളെ കറന്റ് സ്റ്റേറ്റ് നോക്കുക, ബൈ മിൽക്ക് ബൈ എക്സ്. ഓക്കെ, ഇവിടെ എന്താ സംഭവം നടക്കുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പുതിയ ടു ഡേയിലോട്ട് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ നടക്കുന്ന സംഭവം, നമ്മൾ ഈ ഒരു കോഡ് ആണ് എന്ത് ചെയ്യണമെന്ന് എക്സ്പാൻഡ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നടക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ടു ഡു ലിസ്റ്റ് ഈക്വൽസ് സെയിം സംഭവം തന്നെ നമ്മൾ സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുമ്പോൾ ഇതാണ് ഇവിടെ സെയിം സംഭവം നടക്കുന്നത്. ഓക്കെ, ഇപ്പൊ ടു ഡു ലിസ്റ്റ് നമ്മൾ പുതിയൊരു സാധനം എന്ത് ചെയ്തു, ബൈ
ചോക്ലേറ്റ്. ഓക്കെ, ഇവിടെ ഈ ടു ഡു ലിസ്റ്റിന് സ്പേസിലുള്ളതാണ് നമ്മുടെ ഇത് ഉണ്ടാ. ഇതേ സെയിം സംഭവമാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഇതേ സെയിം സംഭവമാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുമ്പോൾ എന്തോ നമ്മൾ കറന്റ് ഉള്ള പ്രീവിയസ് ഡാറ്റ, ഓൾറെഡി ഉള്ള ഡാറ്റ എന്ത് ചെയ്യും, ഒന്നും കൂടി അതിലോട്ട് ആഡ് ചെയ്യും, പിന്നെ പുതിയൊരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒറ്റ ഒരു ലൈനിൽ നമ്മൾ എന്തായി ആഡ് ചെയ്യാനുള്ള ലോജിക് കംപ്ലീറ്റ് ആയി. UI അപ്ഡേഷൻ ഓട്ടോമാറ്റിക് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ UI അപ്ഡേറ്റ് ആവും. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് റിമൂവ് ആണ് അല്ലേ. റിമൂവ് ടു ആണ് നമുക്ക് നെക്സ്റ്റ് വേണ്ടത്. ഓക്കെ, റിമൂവ് ടു ഡു ലോജിക്കും കാര്യങ്ങൾ ഇത് തന്നെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം നമുക്ക് നമ്മളെ ഇതിൽ ചെയ്യാം. ഓക്കെ, void remove to do. ഇപ്പോൾ ഇതിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കേസിൽ ഇവിടെ സ്ട്രിങ് ടു ഡു ഐ ഡി ആണ് പാസ് ചെയ്യുന്നത്. ടു ഡു ഐ ഡി വെച്ചിട്ടാണ് ഡാറ്റ ഇതാ ചെയ്യണത്. ഞാൻ പറയുന്നത് ഫുൾ കംപ്ലീറ്റ് അല്ല ഇത്. യുഐയിൽ റിമൂവിൻ്റെ ഒന്നും ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ആ ഒരു ആഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതായത് ടോഗിൾ മാത്രം ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളൂ. ആഡ് ചെയ്യാനൊന്നും ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ സ്ട്രിങ് ടു ഡു ഐ ഡി ആണ് പാസ് ചെയ്യുന്നത്. പക്ഷെ നമ്മളെ കേസിൽ നമ്മൾ ഒരു ലിസ്റ്റ് വ്യൂ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മളിവിടെ നമ്മളെ മോഡലിൽ ഇതിൽ ഐ ഡി പാസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേസിൽ നമ്മൾ മോഡൽ ഐ ഡി ഒന്നും പാസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇവിടെ ടൈറ്റിലും കംപ്ലീറ്റഡ് ആണോ ഇല്ലെന്ന് അറിയാനുള്ള ബൂളിയൻ വേണ്ടു. സോ നമ്മളെ കേസിൽ നമുക്കിപ്പോൾ ഉള്ളത്, നമ്മളിപ്പോൾ ലോക്കൽ സ്റ്റോറേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഐ ഡി യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് നമ്മുടെ കേസിൽ എന്താണ്, നമുക്കൊരു ലിസ്റ്റ് വ്യൂ ആണുള്ളത്. നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മൾ ആ ലിസ്റ്റ് വ്യൂവിന്റെ ഇൻഡെക്സ് അല്ലെങ്കിൽ നമുക്ക് പൊസിഷൻ എന്ത് ചെയ്താൽ മതി, യൂസ് ചെയ്താൽ മതി. ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് ആ പൊസിഷൻ പാസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇനി ഇൻഡെക്സ്. ഓക്കെ, നമ്മളെ ഓട്ടോ കോപ്പൈലറ്റ് ഭയങ്കര സംഭവം. നമ്മൾ എന്താണ് നമ്മൾ വിചാരിച്ച സെയിം സാധനം തന്നെ അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ റിമൂവ് ടു ഡുവിന്റെ ഇത് നമ്മളെ കേസിൽ നമ്മൾ ഇൻഡെക്സ് വെച്ചിട്ടാണ് ചെയ്യല്. അപ്പോൾ ഇവിടുത്തെ സെയിം ലോജിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂല. ഇവിടെ എന്താണ് ടു ഡു നമ്മൾ സ്റ്റേറ്റിന്റെ അകത്ത് എല്ലാ ടു ഡൂസിലും ലൂപ്പ് ചെയ്തിട്ട് ആ ഐ ഡി ഉള്ളത് എന്ത് ചെയ്യാണ്, ഒഴിവാക്കുകയാണ് എന്താണ്. അപ്പം നമുക്ക് ചെയ്യേണ്ട സെയിം സംഭവം തന്നെയാണ്. ബട്ട് നമ്മളെ കേസിൽ നമുക്ക് നമ്മൾ ഐ ഡി എന്ത് ചെയ്യണില്ല, നമുക്ക് ഇതുപോലെ ടു ഡു ഡോട്ട് ഐ ഡി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഐ ഡി എന്ത് ചെയ്യണില്ല, പാസ് ചെയ്യണില്ല. നമ്മുടെ കേസിൽ നമുക്കൊന്ന് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാം. നമുക്ക് വൺ ലൈനർ യൂസ് ചെയ്തിട്ട് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാം. സ്റ്റേറ്റ് ഈക്വൽസ് സ്റ്റേറ്റ് ഡോട്ട് ഒക്കെ എന്ത് ചെയ്യാം, ഫിൽറ്ററിന് വേർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഫിൽറ്റർ ചെയ്യാം. വേർ എലമെന്റ് പറഞ്ഞാൽ നമ്മൾ ഓരോരോ ഇതുവാട്ടോ. ഓക്കെ, നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡെക്സ് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ എലമെന്റിന്റെ ഇൻഡെക്സ് നമുക്ക് എടുക്കണം. സ്റ്റേറ്റ് ഡോട്ട് ഇൻഡെക്സ് ഓഫ് ആണ്, ഇൻഡെക്സ് ഓഫ് എലമെന്റ്. ഓക്കെ, നോട്ട് ഈക്വൽസ്, അതായത് നമ്മളെ പൊസിഷൻ എന്താണ്, നോട്ട് ഈക്വൽസ് നമ്മൾ പാസ് ചെയ്തിട്ടുള്ള ഇൻഡെക്സ്. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ അതായത് ലിസ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യാം ടു ലിസ്റ്റ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇവിടെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡയറക്റ്റ് നമ്മൾ ഇവിടെ പറഞ്ഞില്ല, ഇവിടെ നമുക്ക് മ്യൂട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, റിമൂവ് ചെയ്താൽ മതി. ആ സ്പെസിഫിക് ഇൻഡെക്സിലുള്ള ഡാറ്റ എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാം. അതായത് ഇങ്ങനെ സ്റ്റേറ്റ് ഡോട്ട് റിമൂവ് അറ്റല്ലോ, റിമൂവ് വേർ അല്ലെങ്കിൽ റിമൂവ് അറ്റ്, റിമൂവ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സ്പെസിഫിക് ഇൻഡെക്സിലുള്ള ഡാറ്റ റിമൂവ് ചെയ്യാം. പക്ഷെ നമ്മുടെ കേസിൽ എന്താണ്, നമ്മൾ ഇമ്മ്യൂട്ടബിൾ സ്റ്റേറ്റ് മാനേജ്മെന്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, നമുക്കൊരു കോപ്പി പുതിയൊരു സ്റ്റേറ്റ് ഉണ്ടാക്കിയിട്ട് അതിന്റെ ഒരു പുതിയൊരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യണം വിത്തൗട്ട് ദ എലമെന്റ് അറ്റ് ദിസ് ഇൻഡെക്സ്. ഓക്കെ, അപ്പോൾ ഈ ഇൻഡെക്സിൽ ഇല്ലാത്ത എലമെന്റ് യൂസ് ചെയ്ത് ബാക്കി എലമെന്റ് മാത്രം വെച്ചിട്ട് ഒരു പുതിയ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ്, നമ്മൾ UI അപ്ഡേറ്റ് ആവും, ആ ഒരു പുതിയ സ്റ്റേറ്റിന്റെ സ്റ്റേറ്റ് ആവും കാണിക്കൽ. അപ്പോൾ എന്താവും, നമ്മൾ ഒഴിവാക്കിയ എലമെന്റ് അതിൽ ഉണ്ടാവില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ റിമൂവ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഞാൻ ഏതായാലും ലോജിക്ക് നിങ്ങൾ നോക്കണ്ട കേട്ടോ. കാരണം നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഈ സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യണം അതൊക്കെ മനസ്സിലാക്കി വെച്ചാൽ മതി. കാരണം ലോജിക്ക് പറഞ്ഞാൽ ഓരോ ആപ്പിനനുസരിച്ച് അത് മാറും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മളെ കേസിൽ നമ്മൾ ലിസ്റ്റ് വ്യൂ ആണ് യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ റിയൽ വേൾഡ് ആപ്പിൽ നമ്മൾ ലിസ്റ്റ് വ്യൂ യൂസ് ചെയ്തിട്ടല്ല നമ്മൾ ഇതുപോലെ ഡാറ്റ സേവ് ചെയ്യല്. നമുക്ക് ഇത് നമ്മൾ ആപ്പ് ക്ലോസ് ചെയ്തിട്ട് പിന്നെ ഓപ്പൺ ചെയ്ത് അത് പോയി. ലോക്കൽ സ്റ്റോറേജ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് അതിന്റെ ഇത് വ്യത്യാസം ഉണ്ടാവും, ലോജിക്ക് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ടോഗിൾ ആണ് വരുന്നത്. ടോഗിളിന്റെ കേസിൽ നമുക്ക് എന്ത് വേണം, ഇൻഡെക്സ് വേണം. കാരണം നമുക്ക് ഡയറക്റ്റ് ഐ ഡിയിലോട്ട് ആക്സസ് ഇല്ല. നമ്മൾ ഓരോരോ ഇൻഡെക്സ് നോക്കിയിട്ടാണ്, ലിസ്റ്റ് വ്യൂത്തെ പൊസിഷൻ നോക്കിയിട്ടാണ് ടോഗിൾ ചെയ്യൽ. ടോഗിൾ ചെയ്യേണ്ടതും സെയിം സംഭവം തന്നെയാണ്. ഇതിലെ കേസിൽ ഇവിടെ ടു ഡു സ്ട്രിങ് ടു ഡു ഐ ഡി ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഇൻഡെക്സ് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻഡെക്സ് ആകുമ്പോൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, നമുക്ക് എന്ത് പുതിയ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് ഇറ്റ് വിൽ ബി ഈക്വൽസ് ന്യൂ സ്ക്വയർ ബ്രാക്കറ്റ്സ് ഇടുക. ഇതിന്റെ അകത്ത് നമുക്ക് എന്താണ് ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. ഇതിന്റെ അകത്ത് ലൂപ്പ് ക്രിയേറ്റ് ചെയ്യണത് എല്ലാവർക്കും അറിയുന്ന സംഭവമാണെന്ന് നമുക്ക് അറിയില്ല. അവിടെ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ഇവിടെ ഡോക്യുമെന്റേഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്.
കണ്ടില്ല, ലൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കണ്ടില്ല. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം, ആ ലൂപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു ഡയറക്റ്റ് സ്ട്രിങ് ഐ ഡി വെച്ചിട്ട് ടു ഡു ഐ ഡി നോക്കിയിട്ടാണ് ചെക്ക് ചെയ്യണത്. പക്ഷെ നമ്മളെ കേസിൽ അത് പറ്റൂല. നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഇൻഡെക്സ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ സ്റ്റേറ്റിന്റെ ലെങ്ത് എടുത്തിട്ട്, ലിസ്റ്റിന്റെ ലെങ്ത് എടുത്തിട്ട് ഒരു ലൂപ്പ് റൺ ചെയ്യണം. നമുക്ക് ഇതൊരു ഫോർ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഫോർ init I equal to 0, I less than state dot length I plus plus. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ അകത്ത് നമ്മൾ ഫോർ ലൂപ്പ് നോർമലി ചെയ്യണ പോലെയല്ല. നമ്മളൊരു സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്ത് ഫോർ ലൂപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കേർലി ബ്രാക്കറ്റ്സ് ഇടൂല. അവിടെ നോക്കി മനസ്സിലാവും, കേർലി ബ്രാക്കറ്റ്സിന്റെ ആവശ്യമില്ല. കേർലി ബ്രാക്കറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ എറർ വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഫോർ ലൂപ്പിൻ്റെ അകത്ത് നമുക്ക് അടുത്ത് നെക്സ്റ്റ് ചെക്ക് ചെയ്യണം. ഇഫ് നമ്മുടെ ഐ ഈക്വൽസ് ഇൻഡെക്സ് ആണോ എന്നുള്ളത്. ഇൻഡെക്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റേറ്റ് ഐ, അതായത് നമ്മളെ ആ ഒരു കറന്റ് പൊസിഷനിലുള്ള ടു ഡു അത് കോപ്പി വിത്ത് ചെയ്യണം. കോപ്പി വിത്ത് അതിന്റെ കംപ്ലീറ്റഡ് എന്ത് ചെയ്ത് കൊടുക്കണം, കംപ്ലീറ്റഡ് മാത്രം എന്ത് ചെയ്താൽ മതി, നമുക്ക് ചേഞ്ച് ചെയ്താൽ മതി. നേരെ ഓപ്പോസിറ്റ് ആക്കുക, സ്റ്റേറ്റ് ഐ ഡോട്ടിന്റെ കംപ്ലീറ്റഡ്. ഇപ്പൊ ഇത് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ് എന്നുള്ളത് കൺഫ്യൂസിങ് ആവും. പക്ഷെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ നമ്മൾ ലിസ്റ്റ് ആക്സസ് ചെയ്യില്ല. ലിസ്റ്റിലൊരു ഇതൊരു ലിസ്റ്റ് ആണ്, അതായത് നമ്മൾ ലിസ്റ്റ് ടു ഡു ആണ്, അതിന്റെ ഒരു പേരായിട്ട് കണ്ടാൽ മതി സ്റ്റേറ്റ് എന്ന്. ഓക്കെ, അപ്പൊ ഇത് സ്റ്റേറ്റ് എല്ലാത്തിനും സ്റ്റേറ്റ് തന്നെയാണ് യൂസ് ചെയ്യല്. ആ സ്റ്റേറ്റിന്റെ നമുക്ക് എങ്ങനെ നമ്മൾ ലിസ്റ്റ് നിന്ന് ഡാറ്റ എങ്ങനെ ആക്സസ് ചെയ്യല്, സ്ക്വയർ ബ്രാക്കറ്റ്സ് ഇട്ടിട്ട് അതിന്റെ ഇൻഡെക്സ് പാസ് ചെയ്തിട്ടല്ല ഡാറ്റ ആക്സസ് ചെയ്യല്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് മോഡൽ കോപ്പി വിത്ത് ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കോപ്പി വിത്ത് യൂസ് ചെയ്യാൻ പറ്റും. കോപ്പി വിത്ത് ചെയ്യാം. കോപ്പി വിത്ത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു സ്പെസിഫിക് വാല്യൂ ചേഞ്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് മാത്രം അപ്ഡേറ്റ് ചെയ്തിട്ട് പുതിയൊരു കോപ്പി ഉണ്ടാക്കാനാണ്. ഇപ്പൊ ടൈറ്റിലും ഇപ്പൊ നമുക്ക് നമ്മളെ ടോഗിളിന്റെ കേസിൽ എന്താണ് എപ്പോഴും ചേഞ്ച് ആവില്ല. നമ്മളെ കംപ്ലീറ്റഡ് എന്നുള്ള ഒരു ടോഗിൾ ബട്ടൺ ചെക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നേരെ ഓപ്പോസിറ്റ് ആവണം. അപ്പൊ ടിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ടിക്ക് പോകണം, ടിക്ക് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ടിക്ക് ഇടണം. അതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നടക്കേണ്ടത്. അതാണ് നമ്മളിവിടെ നോട്ട് സ്റ്റേറ്റ് ഐ ഡോട്ട് കംപ്ലീറ്റഡ്, നേരെ ഓപ്പോസിറ്റ് ഉള്ളത് കൊടുക്കുന്നത്. ഓപ്പോസിറ്റ് ഓഫ് സ്റ്റേറ്റ്, ആ ഒരു പൊസിഷനിലുള്ള കംപ്ലീറ്റഡിന്റെ ഓപ്പോസിറ്റ് വാല്യൂ. ഓക്കെ, ആ പൊസിഷനിലുള്ള ടു ഡുവിന്റെ ഓപ്പോസിറ്റ് വാല്യൂ. ഓക്കെ, അതാണ് നമ്മളിവിടെ ഈ ഒരു ലൂപ്പിന്റെ അകത്ത് ചെയ്യുന്നത്. എന്ത് ചെയ്യും, അപ്പൊ ഒരു വാല്യൂ എന്ത് ചെയ്യും, ആ ഒരു വാല്യൂ അപ്ഡേറ്റ് ആവും നമ്മളെ പുതിയ സ്റ്റേറ്റിൽ. ഓക്കെ, ഇഫ് അതാണ് നമ്മളെ ഐ ഈക്വൽ ടു ഇൻഡെക്സ് ആണെന്നുണ്ടെങ്കിൽ അതാണ് കേസ്. എൽസ് എന്ത് ചെയ്യണം, ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് നമ്മളെ ആ ഒരു സ്റ്റേറ്റ് ഐ എന്ത് ചെയ്താൽ മതി, പാസ് ചെയ്താൽ മതി. ഓക്കെ, സ്റ്റേറ്റ് ഐ. അപ്പൊ എന്താണ് ഈ ഒരു നമ്മൾ ക്ലിക്ക് ചെയ്ത ഏരിയയിലെ ഇൻഡെക്സിന്റെ കംപ്ലീറ്റഡ് മാത്രം എന്ത് ചെയ്യും, അപ്ഡേറ്റ് ആവും. ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ നമ്മളെ സ്റ്റേറ്റിലോട്ട് പുതിയ സ്റ്റേറ്റിലോട്ട് ആഡ് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ ബേസിക്കലി നടക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, സ്ക്വയർ ബ്രാക്കറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ ഇറർ വരും. സ്ക്വയർ ബ്രാക്കറ്റ്സ് ഇടാൻ പാടില്ല. ഓക്കെ, നമ്മൾ ഇതിന്റെ സ്റ്റേറ്റിന്റെ അകത്ത് ഇതുപോലെ, സോറി, നമ്മളെ സ്ക്വയർ ബ്രാക്കറ്റ്സിന്റെ അകത്ത് ഇതുപോലെ നമ്മൾ കണ്ടീഷൻസും ഫോർ ലൂപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് നമ്മൾ ഡാറ്റ ഇതിന് മനസ്സിലാവും, കമ്പൈലറിന് മനസ്സിലാവും. സോ ബേസിക്കലി ഇത്ര ഉള്ളൂ. നമ്മൾ ലോജിക് കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാനിത് യു ഐയിൽ കാണിക്കുമ്പോൾ കാണാം ഓരോരോ സാധനങ്ങളുടെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നോട്ടിഫയർ പ്രൊവൈഡർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഫൈനൽ ടു ഡൂസ് നോട്ടിഫയർ പ്രൊവൈഡർ അതിൻ്റെ അകത്ത് നമ്മളെ ഈ ഒരു ടു ഡു നോട്ടിഫയർ പാസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മളെ സ്റ്റേറ്റ് അല്ലെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്യണം ആ ടൈപ്പ് ഉണ്ടല്ലോ ലിസ്റ്റ്, നമ്മളെ സ്റ്റേറ്റ് എന്ത് ചെയ്യുക, അതും പാസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ടു ഡു നോട്ടിഫയർ ഒന്നുകൂടി റിട്ടേൺ ചെയ്യുക ഇവിടെ. ഓക്കെ, നമ്മളിവിടെ ആരോ ഫംഗ്ഷൻ ആണ് ഡിഫോൾട്ട് ആയിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഫാറ്റ് ആരോ ആണ് വന്നിട്ടുള്ളത് ഡിഫോൾട്ട് ആയിട്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, റിട്ടേൺ കേർലി ബ്രാക്കറ്റ്സ് ഇട്ടിട്ട് എന്ത് ചെയ്യുക, റിട്ടേൺ ചെയ്യാന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാം, അങ്ങനെ ചെയ്യാം. അതൊക്കെ നമ്മളെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഓക്കെ, ഞാനിപ്പോൾ ഇത് സേവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നമ്മുടെ മെയിൻ്റെ അകത്ത് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഇനിയൊക്കെ നോർമലി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ബാക്കിയുള്ള പ്രൊവൈഡേഴ്സ് എങ്ങനെയാണ് ചെയ്തത് അതുപോലെ തന്നെയാണ്. ഇവിടെ നമുക്ക് ഇപ്പോൾ ഈ പ്രൊവൈഡർ സ്കോപ്പിൽ ഇത് ചെയ്യാൻ മാർക്ക് ചെയ്തിട്ട് പ്രൊവൈഡർ സ്കോപ്പ് യൂസ് ചെയ്യാൻ മാർക്ക് ചെയ്തത്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ പ്രൊവൈഡർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇനിയിപ്പോൾ ഇവിടെ ഈ ഒരു ലിസ്റ്റ് നോട്ടിഫയർ അല്ലെങ്കിൽ പ്രൊവൈഡർ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ യു ഐയിൽ യൂസ് ചെയ്തിട്ട് നമ്മളെ ലോജിക് അപ്ലൈ ചെയ്ത് നോക്കാം. നൗ ഇൻസൈഡ് ഹിയർ final to do provider equals rough dot watch. നമ്മൾ വാച്ച് യൂസ് ചെയ്യാൻ കാരണം നമുക്ക് യു ഐ അപ്ഡേറ്റ് ചെയ്യണം. അതിനാണ് നമ്മൾ വാച്ച് യൂസ് ചെയ്യണം. നമ്മൾ കംപ്ലീറ്റ് ബോഡി നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം ഓരോ ചേഞ്ചിലും. അതാണ് നമ്മൾ എല്ലായിടത്തും യൂസ് ചെയ്യണം. അല്ലാതെ നമുക്ക് കൺസ്യൂമർ യൂസ് ചെയ്താൽ മതി. കൺസ്യൂമർ വിളിച്ചിട്ട് എവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അവിടെ നമ്മുടെ കേസിൽ എല്ലായിടത്തും അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ഇവിടുത്തെ നമുക്ക് നമ്മളെ ടു ഡൂസ് നോട്ടിഫയർ പ്രൊവൈഡർ പാസ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ടു ഡൂസ് നോട്ടിഫയർ പ്രൊവൈഡർ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് പറഞ്ഞ ടു ഡു പ്രൊവൈഡർ പറഞ്ഞാൽ ലിസ്റ്റ് ടു ഡു ആണ്.
ഓക്കെ, നമുക്ക് ഇനീഷ്യലി ഇതിന്റെ വാല്യൂ എന്താവും, എം ടി ആവും, അതായത് 0 ആവും. കാരണം നമ്മളിവിടെ ബിൽഡിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു എം ടി ലിസ്റ്റ് ആണ് പാസ് ചെയ്യുന്നത്. നമ്മളെ ലിസ്റ്റ് വിത്ത് ഐറ്റം കൗണ്ടിന്റെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ടു ഡു പ്രൊവൈഡർ ഡോട്ട് ലെങ്ത് പാസ് ചെയ്ത് കൊടുക്കുക. കാരണം ഇതെന്താണ്, ലിസ്റ്റ് ആണ്. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ ഇവിടെ ഫൈനൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ എന്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിന്റെ ടൈപ്പ് തന്നെ കൊടുക്കാം, ലിസ്റ്റ് എന്ന് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ലിസ്റ്റ് ടു ഡു എന്ന് കൊടുക്കാം. രണ്ടും കറക്റ്റ് ആണ്. അങ്ങനെ ലിസ്റ്റ് ടു ഡു കൊടുക്കണം നല്ലത്. നമുക്ക് കോഡ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് ഇതിന്റെ സ്റ്റേറ്റ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി അപ്പോൾ സേവ് ചെയ്ത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കണ്ട നമ്മളെ UI എം ടി ആയി. കാരണം എന്താണ്, ഇതിനെ ബിൽഡിൽ നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഒരു എം ടി സ്റ്റേറ്റ് ആണ്. ഓക്കെ, നൗ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ടൈറ്റിൽ, ഓക്കെ, ടൈറ്റിലിന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടു ഡു പ്രൊവൈഡർ ഇൻഡെക്സ് ഡോട്ട് ടൈറ്റിൽ. അതുപോലെ നമ്മുടെ ചെക്ക് ബോക്സിന്റെ വാല്യൂ സെയിം ആണ്, ടു ഡു പ്രൊവൈഡർ ഇൻഡെക്സ് ഡോട്ട് കംപ്ലീറ്റഡ്. അതുപോലെ നമുക്ക് ഇവിടെ ഇത് വരുന്നുണ്ട്, ഒരു ഡിലീറ്റ് ഐക്കൺ വരുന്നുണ്ട്. നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിലീറ്റ് ഐക്കൺ വിസിബിൾ ആവുള്ളൂ. അതിന് നമ്മൾ വിസിബിലിറ്റി വിഡ്ജറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്കിവിടെ ട്രൂവിന്റെ പകരം എന്ത് ചെയ്യാം, നമ്മുടെ ഇത് കൊടുക്കാം, സേവ് നമ്മളെ കംപ്ലീറ്റഡ് കൊടുക്കാം. കാരണം അത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ നമുക്ക് വിസിബിൾ ആയാൽ മതി നമ്മളെ ഇത് ഡിലീറ്റ് ചെയ്യാനുള്ള ഐക്കൺ. ഓക്കെ, ഇപ്പൊ തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാനുള്ള ഈ ലോജിക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. നമ്മളെ ടു ഡു പ്രൊവൈഡറിലോട്ട് നമുക്ക് ആഡ് ടു ഡു ചെയ്യണമല്ലോ, അതിനുള്ള ലോജിക്ക് അപ്ലൈ ചെയ്യാം. അതിന് നമ്മളെ ഷോ ഡയലോഗിന്റെ അകത്ത് ഒരു ബട്ടൺ ഉണ്ട്, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ബട്ടൺ, ടെക്സ്റ്റ് ബട്ടൺ ഉണ്ട്. അതിന്റെ ഓൺ പ്രസിഡന്റ് അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആഡ് ടു ഡു കോൾ ചെയ്യാം, റഫ് ഡോട്ട് റീഡ് ആൻഡ് ഇവിടെ നമ്മളെ ടു ഡു നോട്ടിഫയർ പ്രൊവൈഡർ ഡോട്ട് നോട്ടിഫയർ കൊടുക്കണം. കാരണം എന്നാലും നമുക്ക് ഇവിടെ അല്ലാതെ നമ്മൾ സ്റ്റേറ്റ് ആക്സസ് ചെയ്യുള്ളൂ. നമുക്ക് നമ്മുടെ ഫംഗ്ഷൻസ് ഒക്കെ ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡോട്ട് നോട്ടിഫയർ കൊടുക്കണം. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ടു ഡു. ഇതിനകത്ത് നമുക്ക് ഇവിടെ ടു ഡു പാസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് ഇവിടെ ആദ്യം ടു ഡു ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഫൈനൽ ടു ഡു ഈക്വൽസ് നമ്മുടെ പുതിയ ടു ഡു ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ടൈറ്റിൽ വരുന്നത് നമ്മുടെ ഞാനൊരു ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ, ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോളർ, ടു ഡു ടെക്സ്റ്റ് കൺട്രോളർ. അത് ഞാൻ നമ്മുടെ ഈ ഒരു ഡയലോഗ് ബോക്സിന്റെ അകത്തുള്ള കൺട്രോളറിന് പാസ് ചെയ്തിട്ടുണ്ട്, ടെക്സ്റ്റ് ബില്ലിന്റെ കൺട്രോളറിന്. അതിന്റെ വാല്യൂ ഇവിടെ എന്ത് ചെയ്യാം, ടു ഡു ടെക്സ്റ്റ് കൺട്രോളർ ഡോട്ട് ടെക്സ്റ്റ് പാസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മളെ കംപ്ലീറ്റഡ് ഡിഫോൾട്ട് ആയിട്ട് ഫാൾസ് ആണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് മോഡൽ തന്നെ ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പൊ ഡയറക്റ്റ് ചെയ്യാന്നുള്ളൂ. മോഡൽ തന്നെ എന്ത് ചെയ്യാം, ഡിഫോൾട്ട് വാല്യൂ അങ്ങനെ ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആഡ് ചെയ്യാനുള്ള ഇത് ലോജിക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് വർക്ക് ചെയ്യുമോ എന്നുള്ളത് നോക്കാം. ഇതിപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ UI എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ആവണം, നമ്മൾ UI കാണിക്കണം. ഓക്കെ, കാരണം ഇവിടുത്തെ ലോജിക്കൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒരു പുതിയ ടു ഡു ആഡ് ചെയ്യാണ്, ബൈ മിൽക്ക്. ആഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ബാക്കിൽ വന്നു, നമ്മുടെ UI അപ്ഡേറ്റ് ആയിട്ടുണ്ട്, ബൈ മിൽക്ക് അവിടെ ബാക്കിൽ വന്നു. ബട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഇത് അലേർട്ട് ഡയലോഗ് ബോക്സ് എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഫംഗ്ഷൻ കോൾ ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം, navigator dot pop കോണ്ടെക്സ്റ്റ് പാസ് ചെയ്യാം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, നമ്മൾ ആഡ് ചെയ്ത ഉടനെ തന്നെ എന്ത് ചെയ്തോളും, നമ്മുടെ ഈ ഒരു ആഡ് ടു ഡു എന്നുള്ള അലേർട്ട് ഡയലോഗ് ബോക്സ് പോയിക്കോളും. നമുക്കൊന്നും കൂടി ഒരു ഐറ്റം കൂടി ആഡ് ചെയ്ത് നോക്കാം. ഗോ ടു ജിം ആഡ്. ഓക്കെ, കണ്ട ഗോ ടു ജിം ആഡ് ആയി, നമ്മൾ അലേർട്ട് ഡയലോഗ് ബോക്സ് ക്ലോസ് ആയി. അപ്പൊ നമ്മളെ സംഭവം ആഡ് ടു ഡുവിന്റെ ഇത് മനസ്സിലായില്ല, അത് കംപ്ലീറ്റ്ലി വർക്കിംഗ് ആണ്. പക്ഷെ നമ്മളത്തെ ടോഗിൾ ചെയ്യാനുള്ള ലോജിക്ക് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. ഇതിന്റെ മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ആഡ് ടു ഡു ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. ഇവിടെ നടന്നത് എന്താന്ന് വെച്ചാൽ, ടു ഡു പ്രൊവൈഡറിൽ പോയാൽ നമ്മളെ സ്റ്റേറ്റ് നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ UI അപ്ഡേഷന് മാറ്റങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ആണ്, നമ്മൾ എന്താണ് മാനുവൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്ത് നമ്മൾ UI ലോജിക്ക് ഇവിടെ ലോജിക്ക് ഇവിടെ പറഞ്ഞാൽ കൊടുത്താൽ മതി. ഇവിടെ നമ്മൾ ചെയ്യുന്ന ലോജിക്ക് എന്താണ്, നമ്മുടെ സ്റ്റേറ്റ്, അതായത് നമ്മൾ ലിസ്റ്റ് ടു ഡുലോട്ട് എന്ത് ചെയ്യാണ്, അതിൽ ഓൾറെഡി ഉള്ള ഡാറ്റ വിത്ത് നമ്മൾ ആഡ് ചെയ്യണ ന്യൂ ഡാറ്റ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പൊ കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെ നോട്ടിഫൈ ലിസണർ ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് എന്താണ് നമ്മളെ UI അപ്ഡേറ്റ് ആവും. അതാണ് ഇവിടെ സംഭവിച്ചത്. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ ടോഗിളിന്റെ UI ടോഗിളിന്റെ ലോജിക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, സംഭവം സെയിം ആണ്. നമ്മുടെ ഇവിടെ ചെക്ക് ബോക്സ് ഉണ്ട്, നമ്മളെ ലീഡിങ് ഐക്കൺ ആയിട്ട്.
അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ടോഗിൾ എന്ത് ചെയ്യാം, കോൾ ചെയ്യാം. റഫ് ഡോട്ട് റീഡ്. ഈ റീഡും വാച്ചും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. റീഡ് പറഞ്ഞാൽ നമ്മൾ ലിസൺ ചെയ്യാനല്ല, ജസ്റ്റ് ഒരു സിമ്പിൾ ഇതുപോലുള്ള ഫംഗ്ഷൻ കോൾസ് ചെയ്യാനൊക്കെയാണ് റീഡ് യൂസ് ചെയ്യല്. ഒറ്റ തവണ ഉള്ള അല്ല. വാച്ച് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ യുഐയിലോട്ട് ചേഞ്ചസ് ലിസൺ ചെയ്യാനുമാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മുടെ ടു ഡൂസ് നോട്ടിഫയർ provider dot notifier dot toggle to do നമ്മളെ ഇൻഡെക്സ് നമ്മളെ ഈ ഒരു ഇൻഡെക്സ് ലിസ്റ്റ് വ്യൂവിൻ്റെ ഇൻഡെക്സ് ഇത്രയേ ഉള്ളൂ. ഇനി നോക്കാം, ഇനി നമ്മളെ മെയിൻ ഫംഗ്ഷനാലിറ്റി ആണ്. ഇനി ഞാൻ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇത് ക്ലിക്കായി നമ്മളെ ഡിലീറ്റ് ഐക്കൺ അവിടെ വന്നു. ഡിലീറ്റ് ചെയ്യാനുള്ള ഡസ്റ്റ്ബിന്നിൻ്റെ ഐക്കൺ അവിടെ വന്നു. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വന്നു. ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോയി. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, നമ്മളിവിടെ ഇൻഡെക്സ് ആണ് പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം എന്ത് ചെയ്യും, നമ്മൾ പുതിയ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. അവിടെ നമ്മൾ സംഭവിക്കുന്നത്, നമ്മൾ ആദ്യം ഒരു ലൂപ്പ് റൺ ചെയ്യും. ആ ലൂപ്പിനകത്ത് നമ്മൾ ചെക്ക് ചെയ്യും നമ്മളെ ഇൻഡെക്സും സെയിം ആണോ എന്നുള്ളത്. നമ്മളെ സെയിം ആണെന്നുണ്ടെങ്കിൽ ആ ഇൻഡെക്സിനോട് നമ്മൾ ആ ലൂപ്പ് ഈക്വൽ ടു ഇൻഡെക്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ സ്റ്റേറ്റിൽ ആ സ്പെസിഫിക് പൊസിഷനിലുള്ള വാല്യൂവിന്റെ കംപ്ലീറ്റഡ് എന്ത് ചെയ്യും, നേരെ ഓപ്പോസിറ്റ് ആക്കും. അതായത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഫാൾസ് ആക്കും, ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ ട്രൂ ആക്കും. അങ്ങനെ നമ്മൾ കോപ്പി ചെയ്ത് യൂസ് ചെയ്യണത്. ഓക്കെ, പിന്നെ നമ്മൾ എൽസ് എന്ന് നമ്മളിവിടെ ജസ്റ്റ് നമ്മൾ ആ ഒരു വാല്യൂ മാത്രം പാസ് ചെയ്ത് കൊടുക്കണം, ഒന്നും ചെയ്യണില്ല. ആ ഡിഫോൾട്ട് വാല്യൂ എന്താണ്, സ്റ്റേറ്റ് ആ പൊസിഷനിലുള്ള ടു ഡു മാത്രം എന്താണ് പാസ് ചെയ്ത് കൊടുക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ എന്താവും, നമ്മളൊന്ന് ഗസ് ചെയ്ത് നോക്കി. അല്ല, നമ്മുടെ എൽസ് ഇവിടെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റേറ്റിൽ എന്താണ്, സ്റ്റേറ്റിലൂടെ നടക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുതിയ സ്റ്റേറ്റിന്റെ അകത്ത് നമ്മൾ കംപ്ലീറ്റഡിൽ ടോഗിൾ ചെയ്ത വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഇപ്പോൾ രണ്ടായിട്ടുണ്ട് ഇവിടെ. ഞാൻ ഇപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ഗോ ടു ജിം അങ്ങോട്ട് ക്ലിക്ക് ചെയ്തു. ഇപ്പൊ എന്തായി, ഗോ ടു ജിം മാത്രമേ എൻ്റെ അകത്ത്, മറ്റേത് പോയി. കാരണം പുതിയ സ്റ്റേറ്റിൽ എന്താണ്, നമ്മൾ മറ്റേത് ആഡ് ചെയ്തിട്ടില്ല. കാരണം ഇതൊരു ലിസ്റ്റിന്റെ അകത്താണ് നമ്മളെ ലൂപ്പ് റൺ ചെയ്യണത്. ഈ ലിസ്റ്റാണ് നമ്മളെ സ്റ്റേറ്റ്. അപ്പൊ എന്താണ്, ഇതിന്റെ അകത്ത് ഞാനിപ്പോൾ ഈ ഒരു കണ്ടീഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഈക്വൽ ഇൻഡെക്സ് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പുതിയൊരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യണം. കോപ്പി യൂസ് ചെയ്തിട്ട് പുതിയൊരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യണം. ആ സ്റ്റേറ്റിനകത്ത് എന്താണ്, ഇപ്പോൾ നമ്മൾ ഇത് മാത്രമേ ഉള്ളൂ, നമ്മൾ ടോഗിൾ ചെയ്ത വാല്യൂ മാത്രമേ ഉള്ളൂ, ടോഗിൾ ചെയ്യാത്ത വാല്യൂ ഇല്ല. അപ്പൊ എന്തായി, നമ്മളെ ഇത് പോയി, ബാക്കിയുള്ള ഡാറ്റാസ് പോയി. പക്ഷെ നമ്മളെ കേസിൽ എന്താണ്, നമുക്ക് എന്താണ് മറ്റുള്ള ഡാറ്റ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളത് പോകാൻ പാടില്ല. അതിന് നമ്മൾ എൽസ് നമ്മളെ ബാക്കിയുള്ള ഡാറ്റന്റെ ഇത് പൊസിഷൻസും കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇഷ്യൂ ഇല്ല. ഓക്കെ, അപ്പൊ നമ്മളെ ഗോ ടു ജിം ഇതായി, അത് പോയിട്ടാ, കാരണം അത് പ്രീവിയസ് സ്റ്റേറ്റ് ആയി. ഇനി അത് കിട്ടൂല, നമ്മൾ തൽക്കാലം ആഡ് ചെയ്യണം. ഞാൻ മെയിൻ ഡോട്ടിൽ നമ്മളെ ഡിലീറ്റിനുള്ള ഫംഗ്ഷനാലിറ്റി കോൾ ചെയ്യാം. ഇപ്പൊ നമ്മളെ ഡിലീറ്റ് ഐക്കൺ ബട്ടന്റെ അകത്ത് സെയിം സംഭവം, റഫ് ഡോട്ട് റീഡ്. ഓക്കെ, റിമൂവ് ടു ഡു കോപ്പറേറ്റ് ഉണ്ടായതുകൊണ്ട് കുറെ കാര്യങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളും. ഓക്കെ, റഫ് ഡോട്ട് റീഡ് നമ്മളെ റിമൂവ് ടു ഡു കൊടുത്തു. റിമൂവ് ടു ഡുവിന്റെ അകത്ത് ചെയ്യണം എന്താണ്, നമ്മുടെ എന്ത് ചെയ്യാണ്, ഇതുപോലെ ഇൻഡെക്സ് നോക്കുകയാണ്, പുതിയൊരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ആ പുതിയ സ്റ്റേറ്റിന്റെ അകത്ത് ആ സ്പെസിഫിക് ഇൻഡെക്സിലുള്ള ഇല്ലാത്ത വാല്യൂ ഒക്കെ മറ്റുള്ള എല്ലാം ആ പുതിയ സ്റ്റേറ്റിലോട്ട് ആഡ് ചെയ്യാണ്. അതാണ് ഇവിടെ നടക്കുന്ന ഒരു ലോജിക്ക്. ഓക്കെ, ഇനി ഞാനിപ്പോ ഇത് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, കംപ്ലീറ്റ്ലി പോയി. നമുക്ക് തൽക്കാലം പുതിയൊരു വാല്യൂ ആഡ് ചെയ്ത് നോക്കാം. ഇപ്പൊ അതിന് സ്പെസിഫിക് നെയിം ഒന്നും കൊടുക്കണില്ല. 2-3 ഡാറ്റ ആഡ് ചെയ്തു. ഒന്നും കൂടി ആഡ് ചെയ്യല, ഡാറ്റാസ് ആഡ് ചെയ്തു. ഓക്കെ, എനിക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. കണ്ടാ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും. കണ്ടില്ലേ, ഒക്കെ വർക്കിംഗ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ഐക്കൺ വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ സ്റ്റേറ്റ് ക്രിയേറ്റ് ആയി. ആ പുതിയ സ്റ്റേറ്റിൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത ഐറ്റം ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ ഒരു കാര്യം ഓർക്കണം. ഞാനിവിടെ നിങ്ങൾക്ക് ഇതൊരു നോട്ടിഫയറിന്റെ ട്യൂട്ടോറിയലാണ് നമ്മൾ ചെയ്തത്, അല്ലാതെ ഒരു ടു ഡു ആപ്പിന്റെ ട്യൂട്ടോറിയൽ അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിന്റെ എങ്ങനെയാണ് ഒരു നോട്ടിഫയർ അല്ലെങ്കിൽ നോട്ടിഫയർ പ്രൊവൈഡർ വർക്ക് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അല്ലാതെ ഒരു ടു ഡു ആപ്പ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതല്ല. കാരണം ഒരു ടു ഡു ആപ്പ് ഇങ്ങനെ അല്ല ഉണ്ടാക്കല്. ഓക്കെ, ഇതെന്താണ്, അതിന്റെ ഒരു സിമ്പിൾ ഒരു MVP എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറയാം. ടു ഡു ആപ്പിന്റെ MVP എന്ന് വേണമെങ്കിൽ പറയാം. ടു ഡു ആപ്പ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മളെ ലോക്കൽ സ്റ്റോറേജ് അല്ലാന്നുണ്ടെങ്കിൽ വല്ല API കോൾസ് ഒക്കെ ചെയ്തിട്ട് എങ്ങനെയാണോ നമ്മളെ സ്ട്രക്ചർ എങ്ങനെയാണ് പ്രൊജക്ടിന്റെ അതുപോലെയാണ് ചെയ്യല്, അല്ലാതെ ഇങ്ങനെ അല്ല കേട്ടോ ചെയ്യല്. അപ്പോൾ അത് മനസ്സിലാക്കണം. ഓക്കെ, അത്രേ ഉള്ളൂ കാര്യങ്ങൾ. നമ്മൾ ഇതുപോലെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യല്, നോട്ടിഫയർ പ്രൊവൈഡർ. ഓക്കെ, നോട്ടിഫയർ പ്രൊവൈഡർ യൂസ് ചെയ്യല്. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്ക് അസിങ് നോട്ടിഫയർ പ്രൊവൈഡർ നോക്കാനുണ്ട്. അസിങ് നോട്ടിഫയർ പ്രൊവൈഡർ നമ്മൾ മെയിൻലി യൂസ് ചെയ്യല് ഫ്യൂച്ചർ കോൾസ് ചെയ്യാനാണ്. അതിന്റെ
ഡോക്യുമെന്റേഷൻ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഓക്കെ, കണ്ടോ, ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് അസിങ്ക് നോട്ടിഫയർ യൂസ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ എങ്ങനെ ചെയ്യാന്നുള്ളത്. സംഭവം ഇതും സിമിലർ ആണ്, ബട്ട് നമുക്ക് കുറച്ചും കൂടി കൺട്രോൾ കിട്ടും. അതുപോലെ ലോഡിംഗ് സ്റ്റേറ്റിലോട്ടും ഓരോരോ സ്പെസിഫിക് സ്റ്റേറ്റ് നമുക്ക് ലോഡിംഗ് കാണിക്കേണ്ടൊക്കെ വരുമല്ലോ നമ്മൾ അസിൻക്രണസ് ഇതാവുമ്പോൾ. അപ്പോൾ അതിനുള്ള കുറച്ചും കൂടി കൺട്രോൾസും കാര്യങ്ങളും നമുക്ക് കിട്ടും. അപ്പോൾ അതിനാണ് നമ്മൾ ഇത് അസിങ്ക് നോട്ടിഫയർ യൂസ് ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു API നോക്കിയിട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ട്യൂട്ടോറിയൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. കാരണം ഇപ്പോൾ ഇത് ഓൾറെഡി വീഡിയോ നല്ല ലെങ്ത് ഉണ്ടാവും. സോ ഇത്രേ ഉള്ളൂ നമ്മൾ സംഭവം. നമ്മളെ ലോജിക്കൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമന്റ് സെക്ഷനിൽ ചോദിക്കുക, ഞാൻ എന്തെങ്കിലും ക്ലിയർ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാലും മതി. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.